Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Afternoon. Screen കാണാമോ? കാണാം. Prayer ആരാണ്? Prayer. ഹലോ മാം, ഞാനാണ്. സുധയാണോ? സുധ, CG ഒന്ന് മ്യൂട്ട് ചെയ്യണേ മൈക്ക്. ഹലോ മാം, ഹലോ. ഞാനാണ് പ്രേയർ. പഠിക്കോളൂ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ മനസ്സ് നീ ശാന്തിയാകണമേ. എന്റെ പാദമിടരാതിരിക്കുവാൻ എങ്ങും എന്നിൽ ദയ ചൊരിയണമേ. പൂവിലൂറും പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനം നീയല്ലോ. പുല്ലുമാടവും പൂമണിമേടയും തുല്യമാതൊഴും നീയല്ലോ. നല്ല ബുദ്ധിയായി എന്റെ മനസ്സിലും നല്ല ഭാഷയായി നാവിന്റെ തുമ്പിലും ചേടിയായി നീ കടന്നിരിക്കണമേ. Okay, thank you. Thought of the day. Hi, ma'am. Hi, ma'am. Hello, everyone. Good afternoon. My name is Hafna. Today, I am going to talk about a powerful quote by Malala Yousafzai. One child, one teacher, one book, and one pen can change the world. ഒരു കുട്ടി, ഒരു അധ്യാപകൻ, ഒരു പുസ്തകം, ഒരു പേന, ലോകത്ത് മാറ്റാൻ ഇവ മതിയാകും. Let us sincerely pray that, as Malala Yousafzai said, we too may grow up to become good teachers. Thank you. Okay. Signing. Signing ഉണ്ടോ? സൈനിങ് ചെയ്യാൻ പറഞ്ഞല്ലേ എടുക്കുന്ന മറന്നോയോ? എന്തായാലും ഇണ്ടാത്ത ആരെങ്കിലും ഒന്ന് റിപ്ലൈ ചെയ്തോ. ആരും പ്രിപ്പയർഡ് അല്ല സൈനിങ് ചെയ്യാൻ. സൈനിങ് ചെയ്യാൻ ആളുണ്ടായിരുന്നു മാം, പക്ഷെ കേറിയിട്ടില്ല തോന്നുന്നു. ആണോ? ഓക്കെ. Okay, good afternoon to all. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. എന്തൊക്കെയുണ്ട്? സുഖാണോ എല്ലാവർക്കും? സുഖം മാം. ആണ് മാം. Happy ആണ്. ടെക്സ്റ്റ് ബുക്ക് കിട്ടി എല്ലാവർക്കും? ഇല്ല മാം. ബുക്സ് കിട്ടിയില്ലല്ലോ. കിട്ടുമെന്നാ പറഞ്ഞേക്കുന്നത്. കിട്ടണ്ടേ? ഓക്കെ. ആർക്കും കിട്ടിയിട്ടില്ല? ഓക്കെ, ശരി. നമുക്ക് എന്നാലും ഒന്ന് ചാപ്റ്റേഴ്സ് പതുക്കെ തുടങ്ങാം കേട്ടോ. ഓക്കെ. നമ്മള് മൊഡ്യൂൾ 1 പാർട്ട് 2 ആണ് പഠിക്കുന്നത്. മൊഡ്യൂൾ 1 പാർട്ട് 2. പാർട്ട് 1 ടീച്ചേഴ്സ് എടുത്ത് തുടങ്ങിയിട്ടുണ്ടാവും അല്ലെ? പാർട്ട് 1 തുടങ്ങിയില്ലേ? പിന്നെ നമ്മളെല്ലാവരും ഒരു ഓർഡറിലായിരിക്കും എടുക്കുന്നത് കേട്ടോ. ഓർഡറിൽ തന്നെ പോകില്ല. ഓക്കെ. ഇത്
ചൈൽഡ് ഡെവലപ്മെന്റ് തുടങ്ങിയുള്ള ചാപ്റ്റേഴ്സ് ആണ്. ഇതിൽ തന്നെയാണ് സൈക്കോളജീസും വരുന്നത്, സൈക്കോളജി ചാപ്റ്റേഴ്സ് വരുന്നത്. 5 ചാപ്റ്റേഴ്സ് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് റിലേറ്റഡ് ആണ്, 5 സൈക്കോളജി റിലേറ്റഡ് ആണ് കേട്ടോ. രണ്ടും ഒക്കെ കണക്ഷൻ ആണ്. First one, Unit 1, Child Development and Growth. Okay. Okay. Yes. Okay. Okay, നിങ്ങൾ ഈ ഡെവലപ്മെന്റ് ഗ്രോത്തും ഒന്ന് തന്നെയാണോ? രണ്ട് വാക്കാണോ? നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് ഗ്രോത്തും ഡെവലപ്മെന്റ് ഒക്കെ ഒന്ന് തന്നെയാണ്. നമ്മള് സംസാരത്തിൽ പറയാറുണ്ട് അല്ലെ? ഗ്രോത്ത് ഉണ്ടായ ഡെവലപ്മെന്റ് ഉണ്ടായതൊക്കെ രണ്ടും രണ്ടാണ് അല്ലെ? ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വികസനം. ഗ്രോത്ത് എന്താണ്? വളർച്ച. അപ്പൊ കുട്ടിയുടെ വളർച്ചയും വികാസത്തെ കുറിച്ചിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. Unit 1 അല്ലേ കേട്ടോ. Part 2 ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. Human development is a lifelong process which is connected with physical, behavior, cognitive and emotional growth and change. The early stages of life from babyhood to childhood, childhood to adolescence and adolescence to adulthood. Tremendous change take place. On the process, each person develops an attitude and values that guide choices, relationships and understanding. എന്താണ് അതിന്റെ പാരഗ്രാഫിൽ സൂചിപ്പിച്ചിരിക്കുന്നത്? ഹ്യൂമൻ ഡെവലപ്മെന്റ് ഈസ് എ ലൈഫ് ലോങ് പ്രോസസ്. മനുഷ്യ പ്രക്രിയ എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യൻ എന്നത് ഒരു ആജീവനാന്ത, മനുഷ്യന്റെ വികസനം എന്ന് പറയുന്നത് ആജീവനാന്ത പ്രക്രിയയാണ് അല്ലെ? ഇതൊരു ലൈഫ് ലോങ് പ്രോസസ് ആണ്. നമ്മൾ ഒരു ദിവസം മാത്രം ഡെവലപ്മെന്റ് ഉണ്ടാവുന്നുള്ളൂ. നമുക്ക് ഒരു ദിവസം മാത്രം ഉണ്ടാവുള്ളൂ നമ്മൾ വികസിക്കുള്ളൂ? നമ്മുടെ ലൈഫ് ലോങ്, അതായത് ജനനം മുതൽ മരണം വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ് എന്താ? ഡെവലപ്മെന്റ് അഥവാ വികസനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിനെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഈസ് എ ലൈഫ് ലോങ് പ്രോസസ് വിച്ച് ഈസ് കണക്റ്റഡ് വിത്ത്, ഇത് എന്തൊക്കെയായിട്ട് കണക്ട് ചെയ്ത് വരുന്നുണ്ട്? ഫിസിക്കൽ, ബിഹേവിയർ, കോഗ്നിറ്റീവ് ആൻഡ് ഇമോഷണൽ ഗ്രോത്ത് ആൻഡ് ചേഞ്ച്. അപ്പൊ ഒരു വികസനം എന്ന് പറയുമ്പോൾ അതിൽ പല ഭാഗങ്ങൾ വരുന്നുണ്ട്. നമുക്ക് ഏതൊക്കെ തരത്തിൽ വികസനം ഉണ്ടാവും? ഫിസിക്കൽ ആയിട്ടുള്ള വികസനം ഉണ്ടാവും. എന്താണ് ഫിസിക്കൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്? ശാരീരികമായി നമ്മൾ വികസിക്കും. ശാരീരിക വികസനം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശാരീരിക വികസനം? ഹൈറ്റ്. ഓക്കെ, ശരി. നമ്മള് ഒരു വയസ്സിലിരുന്ന പോലെയാണോ നമ്മളിപ്പോ ഇരിക്കുന്നത്? നമ്മുടെ കൈകാലുകളൊക്കെ വലുതായി, ഓർഗൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്തു, നമ്മുടെ ഫേസസിലെ വ്യത്യാസം വന്നു, എന്താണ് ഫിംഗേഴ്സിന്റെ ഷേപ്സ് മാറി, ബോഡി ഷേപ്സ് മാറി. ഇതൊക്കെ എന്താണ് ദിനം പ്രതി നമ്മളിൽ എന്ത് നടക്കുന്നുണ്ട്? ഫിസിക്കൽ ഡെവലപ്മെന്റ്സ് നടക്കുന്നുണ്ട്. ഇനി അടുത്തത് ബിഹേവിയർ ഡെവലപ്മെന്റ്. എന്താണ് ബിഹേവിയർ ഡെവലപ്മെന്റ്? പെരുമാറ്റത്തിലുള്ള വ്യത്യാസം അല്ലെ? പെരുമാറ്റത്തിലുള്ള ബിഹേവിയറിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ. ഓക്കെ, നമ്മള് ഒരു വയസ്സുള്ള കുട്ടി അല്ലെങ്കിൽ ഒരു വയസ്സുള്ള കുട്ടി 5 വയസ്സാവുന്ന സമയത്ത് അങ്ങനെ എന്തൊക്കെ ബിഹേവിയർ ചേഞ്ച് വരുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാലോ അല്ലെ? ഒരു പ്രധാനപ്പെട്ട ചേഞ്ച് എന്ന് പറഞ്ഞേ, ഒരു വയസ്സിൽ നിന്ന് 5 വയസ്സിലേക്കുള്ള പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ് എന്ന് പറയാം. 3 വയസ്സുള്ള ടൈമില് ഇപ്പോ ഞാൻ കുട്ടീനോട് പറയും, എവിടെയെങ്കിലും വീണ് കഴിഞ്ഞാൽ അവിടെ ഒരു അടി കൊടുക്കണ കാര്യം പറയും. പക്ഷെ ഇപ്പൊ അയാള് പറയും, അവിടെ അടി കൊടുത്താ എനിക്ക് തന്നെയല്ലേ അമ്മ വേദനിക്കുള്ളൂ. നല്ല തിരിച്ചറിവാണല്ലേ? അതെ. അതുപോലെ തന്നെ ബിഹേവിയർ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ ഒരു പെരുമാറ്റം എന്ന് പറയുമ്പോൾ നമ്മൾ ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്താം? ഒരു ആക്ടിവിറ്റീസ് വ്യത്യാസം, കഴിക്കാൻ തുടങ്ങും, തന്നെത്താനെ വാരി കഴിക്കാൻ തുടങ്ങും, തന്നെത്താനെ സംസാരിക്കാൻ തുടങ്ങും, സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തി വരും. സംസാരിക്കാൻ തുടങ്ങുന്നതിന് നമ്മൾ എന്ത് ഡെവലപ്മെന്റ് എന്നാണ് പറയുന്നത്? ബിഹേവിയർ. സംസാരിക്കുന്നത് ബിഹേവിയർ വെച്ചിട്ടാണോ നമ്മള്? ഫിസിക്കൽ. അടി വാങ്ങിച്ചോളൂടെ ആണോ?
ഫിസിക്കൽ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. നമുക്ക് സംസാരിക്കുന്നതിന് എന്ത് വേണം? നാക്ക്. ലാംഗ്വേജ് ഡെവലപ്മെന്റ് അല്ലെ. ലാംഗ്വേജ് ഡെവലപ്പിംഗിനനുസരിച്ച് ഓരോ വാക്കുകൾ കുഞ്ഞ് പഠിച്ചാണ് നമ്മൾ ലാംഗ്വേജ് ഡെവലപ്മെന്റ് വരുന്നതിൽ. ഒരു കുട്ടി ഒരു മാസം എത്ര വാക്കുകൾ സംസാരിക്കുന്നൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ലാംഗ്വേജ് ഡെവലപ്മെന്റ്സ് വരുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണ് ബിഹേവിയർ? അപ്പൊ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് അവരുടെ സംസാര രീതി മാറുന്നു അല്ലെ. ഒന്ന് കൊച്ചു സംസാരിച്ചിരുന്ന രീതി ഒരു 2-3 വയസ്സാവുമ്പോൾ കുറച്ചുകൂടി ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ തുടങ്ങുന്നു. 5 വയസ്സ് 6 വയസ്സാവുമ്പോൾ എന്താണ്, കുട്ടി ഏകദേശം സ്റ്റേബിൾ ആയിട്ട് തന്നെ സംസാരിച്ചു തുടങ്ങും അല്ലെ. അതൊക്കെ ബിഹേവിയർ വരുന്നു. ഇനി കോഗ്നിറ്റീവ് ചേഞ്ച് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ബുദ്ധിപരമായിട്ട്. യെസ്, വെരി ഗുഡ്. അല്ലെങ്കിൽ വൈജ്ഞാനികപരമായിട്ട് അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ട്. നമ്മൾക്ക് എന്താണ്, ബുദ്ധി എപ്പോഴും ഒരേപോലെയാണോ ഇരിക്കുന്നത്? കുട്ടികൾക്ക് ഏജ് അനുസരിച്ച് അല്ലെങ്കിൽ ഏജ് കഴിയുന്നതിനനുസരിച്ച് നമ്മളുടെ ബുദ്ധിപരമായിട്ട് നമ്മൾ എന്തുണ്ടാവുന്നുണ്ട്, ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ട് അല്ലെ. ഓരോ ഏജിനനുസരിച്ചിട്ട് ഇന്റലിജൻസിൽ നമുക്ക് വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, ആ വ്യത്യാസം അനുസരിച്ചിട്ടാണ് നമ്മൾക്ക് ശരിക്കും ഒരു തിയറി പറയുന്നുണ്ട്. നമ്മുടെ ഇന്റലിജൻസ് തിയറിയിൽ നമുക്ക് 9 ഇന്റലിജൻസ് ഉണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 9 ഇന്റലിജൻസ് ആണുള്ളത്. ഒന്ന് കേട്ടിരുന്നാൽ മതി, ഇതിന്റെ ഫാക്ടേഴ്സ് പിന്നെ വരുന്നുണ്ട്. അതായത് ഇപ്പൊ ടീച്ചർ ചോദിക്കട്ടെ, ഇപ്പൊ ഒരു കുട്ടിക്ക് മ്യൂസിക്കിനോടാണ് താല്പര്യം ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഏത് തരം ഇന്റലിജൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക? ഏത് ഇന്റലിജൻസ് ആയിരിക്കും? മ്യൂസിക്കൽ ആർട്സ്, ഡ്രോയിങ്, അതിനോടൊക്കെയാണ് താല്പര്യമെങ്കിലോ ഏത് തരം ഇന്റലിജൻസ് ആയിരിക്കുമല്ലോ? സ്പോർട്സിനോട്, ഒബ്സർവേഷൻ, സ്പോർട്സിനോട് പ്രധാനമായിട്ട് പറയാം. നമ്മുടെ സ്പോർട്സ് താരങ്ങൾ ഏത് ഇന്റലിജൻസ് കാറ്റഗറിയിലാണ് വരുന്നതെന്ന് അറിയോ? എന്താണ് ബോഡി കൈനസ്റ്ററ്റിക് എന്ന ഇന്റലിജൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അവരുടെ ഫിസിക്കൽ ഡെവലപ്മെന്റ്സിനാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇന്റലിജൻസ് ഉള്ളത്. അതുകൊണ്ടാണ് അവർ ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ചിത്രചേച്ചി, യേശുദാസ്, അവർക്കൊക്കെ എന്ത് ഇന്റലിജൻസ് ആണ് ഏറ്റവും കൂടുതലുള്ളത്? മ്യൂസിക്കൽ ഇന്റലിജൻസ് ആണുള്ളത് അല്ലെ. അപ്പൊ ബുദ്ധിപരമായിട്ട് നമ്മളിൽ എല്ലാവർക്കും വ്യത്യസ്തതയുണ്ട്. അതുപോലെ നമുക്കറിയാം നമ്മുടെ സന്യാസിമാര്, ഗുരുക്കന്മാര്, അവർക്കൊക്കെ ഏത് തരം ഇന്റലിജൻസ് ആണെന്ന് അറിയാമോ? സ്പിരിച്വൽ ഇന്റലിജൻസ് ആണ്, അല്ലെങ്കിൽ നമ്മൾ നേച്ചർ ഇന്റലിജൻസ് എന്ന് പറയും. ഓക്കെ, ഇനി ഒരു ഇന്റലിജൻസ് കൂടി ഉണ്ട്, ഇന്റർ പേഴ്സണൽ ഇന്റലിജൻസ് ഉണ്ട്, ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ് ഉണ്ട്. എന്തായിരിക്കും ഇന്റർ പേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്? ഇന്റർപേഴ്സണൽ എന്ന് പറയുമ്പോൾ സെൽഫ് ആയിട്ടുള്ള കൗൺസിൽ ചെയ്യുന്ന ആൾക്കാരില്ലേ, അല്ലെങ്കിൽ കൗൺസിൽ ചെയ്യുന്നവരെ, ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ഉപദേശങ്ങൾ തരുന്ന ആൾക്കാർ. എന്തുകൊണ്ടാണ് അവർക്ക് നമ്മളെ ഉപദേശിക്കാൻ പറ്റുന്നത്? നമ്മൾ പറയുന്ന ഫീലിങ്സ് അവർക്ക് മനസ്സിലാവുന്നത് കൊണ്ട് അല്ലെ. അതാണ് ഇന്റർ പേഴ്സണൽ ഇന്റലിജൻസ്. നമ്മുടെ വികാരങ്ങൾ അവർ ഉൾക്കൊള്ളുന്നുണ്ട്. ഓക്കെ, ഇനി അപ്പൊ ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മള് ചില കൂട്ടുകാരെ കണ്ടിട്ടില്ലേ, നമ്മൾ എന്ത് പറഞ്ഞാലും അവർക്ക് ഒരു എക്സ്പ്രസീവ് ആയിട്ട് അവർ നമ്മളോട് റെസ്പോൺസ് ചെയ്യില്ല. എന്ത് പറഞ്ഞാലും നമുക്ക് എത്ര വിഷമം ഉണ്ടെങ്കിലും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് അത് അഫക്ട് ചെയ്യില്ല. കാരണം എന്തുകൊണ്ടാണ്? അവർക്ക് ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ് ആണ്. മറ്റുള്ളവരുടെ ഫീലിങ്സ് ഒന്നും അവര് മാനിക്കുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് അല്ലേ? അല്ല, നിങ്ങൾക്ക് ഏത് തരം ഇന്റലിജൻസ് ആണുള്ളത്? ഇന്റർ ആണോ ഇന്റർ പേഴ്സണൽ ആണോ? ഉണ്ടാവും അല്ലെ. ചില കാര്യങ്ങളിൽ ഉണ്ടാവും, ചില കാര്യങ്ങളിൽ ഇല്ല അല്ലെ. ഓക്കെ, അപ്പൊ ബുദ്ധിപരമായിട്ട് നമ്മള് വ്യത്യസ്തതയുണ്ട്. എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള ബുദ്ധിപരമായിട്ട് നമ്മൾ ഇന്റലിജൻസ് കാറ്റഗറിയിൽ നമ്മൾ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. അപ്പൊ അതിലും ഓരോ കുട്ടി ഓരോ ഏജ് കഴിയുന്നതനുസരിച്ച് എന്താണ് അവന്റെ ബുദ്ധിപരമായിട്ട് അവന്റെ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ വികസനം സംഭവിക്കുന്നുണ്ട്. അടുത്തത് എന്താണ്? ഇമോഷണൽ ഗ്രോത്ത് ആൻഡ് ചേഞ്ച്. ഇനി മനുഷ്യരിൽ ഉണ്ടാകുന്ന മറ്റൊരു ഡെവലപ്മെന്റ് ആണ് ഇമോഷണൽ ഗ്രോത്ത് ആൻഡ് ചേഞ്ച് എന്ന് പറയുന്നത്. എന്താണ് ഇമോഷണൽ ഗ്രോത്ത്? വികാരങ്ങള് നമ്മൾക്ക് എന്നും എല്ലാ ദിവസവും ഒരേ വികാരങ്ങളാണോ? അല്ല പക്ഷെ ഒരു സമയം ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഏകദേശം ഇമോഷണൽ ആയിട്ട് സ്റ്റേബിൾ ആവും. കുറച്ചും കൂടി ഏജ്ഡ് ആവുന്ന സമയത്ത് അല്ലെ, ഏകദേശം ഇമോഷൻസ് ഒക്കെ നമുക്ക് മനസ്സിലായി തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഓക്കെ. പക്ഷെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവരുടെ ഇമോഷൻസ് എപ്പോഴും പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. അവരുടെ ഇമോഷൻസ് ഒരിക്കലും പെർമനന്റ് അല്ല അല്ലെ, ഒരിക്കലും പെർമനന്റ് അല്ല. കുഞ്ഞുങ്ങള് ഇപ്പോ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞിന്റെ മുന്നിലേക്ക് നമ്മളൊരു ഐസ്ക്രീം കാണിച്ചാല് കുട്ടിയൊക്കെ എന്ത് ചെയ്യും? കരച്ചിൽ മാറ്റി. ചിരിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയെ ഒന്ന് പേടിപ്പിച്ചാലോ
നമുക്കറിയാം. അറിയാവുന്ന ഓക്കെ, അപ്പൊ മനസ്സിലാക്കുക എന്താണ് ഇമോഷൻസ് അപ്പൊ ചേഞ്ച് ചെയ്യാനായിട്ട് കുട്ടികൾക്ക് പറ്റും. അപ്പൊ ഒന്നും സ്റ്റേബിൾ അല്ല. ഓക്കെ, അതേപോലെ നമ്മൾ ഇമോഷണൽ ഗ്രോത്ത് സംഭവിക്കുന്ന എപ്പോഴാണ് നമുക്ക് ഇമോഷണൽ ഗ്രോത്ത് ലൈക്ക് വികാരങ്ങളിലെ വളർച്ച ഉണ്ടാവുന്നത് എപ്പോഴാണ്? അത് ചേഞ്ചസ് വരുന്നത് എപ്പോഴാണ്? ടീനേജ് അല്ലെങ്കിൽ നമുക്ക് മെച്യൂർഡ് ആവുന്ന സമയത്ത് അല്ലേ? നിങ്ങളൊക്കെ അങ്ങനെയല്ല എല്ലാവരും ഒരുവിധം വലുതായതിനു ശേഷമല്ല നിങ്ങൾക്ക് ഇമോഷൻസ് ഒക്കെ ഒന്ന് മനസ്സിലായി തുടങ്ങിയത് അല്ലെ? നമ്മളുടെ അനുഭവം വെച്ച് നോക്കിയാൽ അല്ലെ മെച്ചൂർഡ് ആയതിനു ശേഷം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങി. ഇപ്പൊ കരച്ചിൽ വന്നാലും ക്ലാസ്സിൽ ഇപ്പൊ ആരെങ്കിലും മുമ്പിൽ വെച്ച് കരയണമെന്ന് പറഞ്ഞാൽ നമുക്ക് കരച്ചിൽ അടക്കി പിടിക്കാൻ പറ്റും അല്ലെ? ബാലൻസ് ചെയ്യാനൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ബാലൻസ് ചെയ്യാനൊക്കെവരുണ്ട് കേട്ടോ, എല്ലാ കാറ്റഗറി ആൾക്കാരുണ്ട് നമ്മുടെ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, എന്താണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ലൈഫ് ലോങ് ആയിട്ടൊരു പ്രോസസ് ആണ്. ഈ പ്രോസസ്സിൽ കടന്നു പോകുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞത്. എന്തൊക്കെ ഡെവലപ്മെന്റ്സ് ആണ് നമുക്ക് കടന്നു പോകുന്നത്? ഫിസിക്കൽ, ബിഹേവിയർ, കോഗ്നിറ്റീവ് ആണ്, ഇമോഷണൽ ഗ്രോത്ത് ആൻഡ് ചേഞ്ച്. ഇത്തരം കാര്യങ്ങളാണ് മനുഷ്യന്റെ ഒരു ആജീവനാന്ത പ്രക്രിയയില് ഉടനീളം ഉണ്ടാകുന്നത്. ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മുടെ ജനനം മുതൽ മരണം വരെയുള്ള ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രക്രിയയാണ് എന്ത് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. രണ്ടും മാറി പോകരുത് കേട്ടോ. ഞാൻ ഇതിന്റെ ഡെഫിനേഷൻസ് നിങ്ങൾ എഴുതിയെടുക്കണം, ഇപ്പോഴല്ല കുറച്ച് കഴിഞ്ഞിട്ട് തരാം കേട്ടോ. ഓക്കെ, ഇനി in the early stages of life from babyhood to childhood to adolescence and adolescence to adulthood, tremendous changes take places. അപ്പൊ നമ്മളുടെ കുട്ടികളുടെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും ഘട്ടത്തിൽ കൂടി കടന്നു പോയവരാണ് അല്ലെ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ എന്താണ്? ലൈഫിന്റെ ഫസ്റ്റ് സ്റ്റേജ് തുടങ്ങുന്നത് എപ്പോഴാണ്? ഇൻഫാൻസി പീരീഡ് മുതൽ അല്ലെ? ആ ഒരു ഇൻഫാൻസി ശിശുക്കൾ മുതൽ ഒരു ചൈൽഡ്ഹുഡ് വരെ ഒരു ബാല്യകാലം വരുന്ന ഒരു പീരീഡ്. ഇനി ചൈൽഡ്ഹുഡ് ടു അഡോളസെൻസ് എന്താണ്? ചൈൽഡ്ഹുഡ് ടു അഡോളസെൻസ് എന്ന് പറയുന്നത് ചൈൽഡ്ഹുഡ് മുതൽ ബാല്യകാലം മുതൽ കൗമാരം വരെയുള്ള കാലഘട്ടം. ഇനി അടുത്തത് ഏതാണ്? അടുത്ത സ്റ്റേജ് അഡോളസെൻസ് ടു അഡൽട്ട്ഹുഡ്. പ്രായം, വാർദ്ധക്യം, യൗവനം, കൗമാരം മുതൽ യൗവനം വരെ, കൗമാരം മുതൽ അഡൽട്ട്ഹുഡ് അതായത് യൗവനം വരെ. ഓക്കെ, അപ്പൊ ഇത്തരം സ്റ്റേജിൽ ഈ ഓരോ സ്റ്റേജിൽ നിങ്ങൾ നോക്കിയാൽ ബേബിഹുഡ് ടു ചൈൽഡ്ഹുഡ്. ഇപ്പൊ കുഞ്ഞ് ജനിച്ച ആ ഒരു ചൈൽഡ്ഹുഡ് ആവുന്നത് വരെ, ബേബി 0 to 2 വയസ്സ് മുതൽ 3 വയസ്സാവുന്നത് വരെ എന്താണ് അവന് ഒരുപാട് ഡെവലപ്മെന്റ്സ് നടന്നിട്ടുണ്ട് അല്ലെ? കിടന്നിരുന്ന കുഞ്ഞ് പതിയെ കമഴ്ന്നഴിക്കാൻ തുടങ്ങി, പിന്നെ എന്താണ് തല ഒന്ന് ഉയർത്താൻ തുടങ്ങി, തല ഉറച്ചു, പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ കുഞ്ഞിന് വരും. പിന്നെ എന്താണ് ഇഴയാൻ തുടങ്ങി, കുഞ്ഞ് നിവർന്നിരിക്കാൻ തുടങ്ങി, പതിയെ പതിയെ എഴുന്നേൽക്കാൻ തുടങ്ങി, പിടിച്ചു നിന്ന് പതിയെ നടന്ന് ഒരു 12 monthsലല്ലേ ഒരു വയസ്സാവുന്ന സമയത്ത് കുഞ്ഞെന്താണ് പൂർണ്ണമായിട്ട് നടക്കാനായിട്ട് പഠിക്കാൻ തുടങ്ങും അല്ലെ? ജസ്റ്റ് ഒന്ന് ചുവടുകൾ വെച്ച് തുടങ്ങുന്ന സമയമാണ് 12ാം മാസം എന്ന് പറയുന്നത്. 1 വയസ്സാവും അല്ലെ? ഓക്കെ, അപ്പൊ അങ്ങനെ 3 വയസ്സ് വരെ നോക്കി നിങ്ങൾ ആ ശിശു മുതൽ അല്ലെങ്കിൽ ആ ഒരു 3 വയസ്സ് വരെ കുഞ്ഞിന് ഒരുപാട് ചേഞ്ചസ് ഡെവലപ്മെന്റ്സ് സംഭവിച്ചിട്ടാണ് അവൻ ഓരോ പടി. ഇപ്പൊ കുഞ്ഞിന്റെ ഹൈറ്റ് ആയാലും വെയിറ്റ് ആയാലും എന്താണ് അവിടെ കൂടുന്നുണ്ട്. ഇനി ചൈൽഡ്ഹുഡ് തുടങ്ങിയ അഡോളസൻസ് വരെ എന്തൊക്കെ മാറ്റങ്ങൾ കുട്ടിയിൽ സംഭവിക്കുന്നുണ്ട്? ഫിസിക്കൽ ചേഞ്ചസ് ഉണ്ട്, ഇന്ററാക്ടിങ് വരുന്നുണ്ട്, ഇമോഷണൽ ചേഞ്ചസ് ഉണ്ടാവും. ഇമോഷണൽ ചേഞ്ചസ് ഉണ്ടാവുന്നു. നമുക്കറിയാം ഏറ്റവും അപകടം പിടിച്ച ഒരു പ്രായമാണ് അല്ലെ അഡോളസൻസ് പീരീഡ് എന്ന് പറയുന്നത്. എല്ലാ പ്രായം കണക്കാണ്, പക്ഷെ എങ്കിലും നമ്മള് ഒരുപാട് ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്റ്റേജ് ആണ് എന്ത് അഡോളസൻസ് പീരീഡ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം മെൻസ്ട്രേഷൻ പീരീഡ് അല്ലെ? അത് പീരീഡ്സ് ആവുന്ന ഒരു സർക്കിളൊക്കെ നടക്കുന്ന ഒരു സമയമാണത്. ഓക്കെ, അവിടെയാണ് ശരിക്കും കുഞ്ഞിന് എന്ത് സംഭവിക്കുന്നത്? ഒരുപാട് ബിഹേവിയർ ചേഞ്ച് ഉണ്ടാവുന്നത്. നമുക്കറിയാം ഇപ്പൊ പീരീഡ്സ് ആവുന്നതിന് മുമ്പ് ഒരു പെൺകുട്ടി മെലിഞ്ഞിട്ടാണെങ്കിൽ പീരീഡ്സ് ആയതിനു ശേഷം മെൻസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം ആരുടെ മൈക്ക് മ്യൂട്ട് ചെയ്തേ, മൈക്ക് മ്യൂട്ട് ചെയ്യട്ടോ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഓൺ ചെയ്താൽ മതി. ഓക്കെ, നമുക്കറിയാം അല്ലെ ഇപ്പൊ മെൻസ്ട്രേഷൻ പീരീഡ് ഇപ്പൊ മെലിഞ്ഞിരിക്കുന്ന കുട്ടികള്, അപ്പൊ നിങ്ങൾക്കും അറിയാം നിങ്ങള് പീരീഡ്സിന് മുമ്പ് നിങ്ങൾ എങ്ങനെയായിരുന്നു, അതിനുശേഷം നിങ്ങൾക്ക് എന്തൊക്കെ സംഭവിച്ചു അല്ലെ? ഫിസിക്കൽ ആയിട്ട് ഒരുപാട് ചേഞ്ചസ് വന്നു, ഇമോഷണലി നിങ്ങൾ മാറി, തടി ഉണ്ടായിരുന്നില്ല പിന്നീട് തടി വെച്ചു. അതേപോലെ തന്നെ സ്ത്രീകളെ പോലെ തന്നെ ആരിലും വ്യത്യാസം വരുന്നുണ്ട്.
പുരുഷന്മാരിലുണ്ട് അല്ലെ. ആൺകുട്ടികളിൽ ഈ വ്യത്യാസം വരുന്നുണ്ട്. അവർക്ക് എന്തൊക്കെ ഫിസിക്കൽ ചേഞ്ചസ് ആണ് വരുന്നത്? ഹോർമോൺ ചേഞ്ചസ്. ഹോർമോൺ ചേഞ്ചസിന്റെ ഭാഗമായിട്ട് പല വ്യതിയാനങ്ങൾ ഉണ്ടാവും അല്ലെ. ചിലർക്ക് പൊടിമീശയൊക്കെ വരും, നല്ല താടി വരും, പ്രതാവ് വരും, ഫേസിൽ എന്താണ് ഫസ്റ്റ് ഓഫ് ഓൾ ശബ്ദമാണ് മാറുന്നത് അല്ലെ. ഒരു പൗരുഷമായ ഒരു റഫ്നെസ് ഉള്ള ശബ്ദത്തിലേക്ക് കുട്ടികൾ കിടക്കും. പിന്നെ പെട്ടെന്നാണ് ഉയരം വെക്കുന്നത്. ചില ആൺകുട്ടികളൊക്കെ പെട്ടെന്ന് ഹൈറ്റ് വെക്കും. ഇപ്പൊ 8ാം ക്ലാസ്സിൽ അധികം ഹൈറ്റ് ഒന്നും ഇല്ലായിരിക്കും, പക്ഷെ 8ലെ വെക്കേഷൻ കഴിഞ്ഞ് 9th വരുന്ന സമയത്ത് പെട്ടെന്നാണ് ആ കുട്ടി വലുതായിരിക്കുന്നത്. അതായത് എന്താണ് ബയോളജിക്കൽ ആയിട്ടുള്ള വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അല്ലെ. ആ ഒരു ഡെവലപ്മെന്റ്സ് ഉണ്ടായത് കൊണ്ടാണ് ആ കുട്ടികൾ അത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ. ഇപ്പൊ ആൺകുട്ടികൾ പെൺകുട്ടികൾ എന്നാണ് ഒരേപോലെ ചേഞ്ചസ് നടക്കുന്നത്. പ്രത്യേകിച്ച് കൗമാരകാലത്ത് അല്ലെ, കൗമാര കാലഘട്ടത്തിലാണ് ഏറ്റവും ഇമോഷൻസിനാണ് അവിടെ പ്രാധാന്യം അല്ലെ. അവിടെയാണ് കുട്ടികൾ ശരിക്കും നമ്മുടെയൊക്കെ ഒരു സ്വഭാവത്തിന്റെ തുടക്കം എന്ന് പറയുന്ന ആ അഡോളസെന്റ് പീരീഡിലാണ്. ആ ഒരു പീരീഡിൽ കിട്ടുന്ന കുറെ സ്വഭാവ സവിശേഷതകൾ പിന്നീട് അങ്ങോട്ടും നമുക്ക് ത്രൂ ഔട്ട് ആയിട്ട് ലൈഫിൽ ചിലവരുടെ കിട്ടാറുണ്ട്. ചിലവര് അത് പിന്നീട് കുറച്ച് ഒരു 18-19 വയസ്സാണ് പിന്നീട് ചേഞ്ചസ് നമുക്ക് വരുന്നുണ്ട്. പക്ഷെ എങ്കിലും അഡോൾസെന്റ് പീരീഡിൽ നമ്മുടെ ആ ഒരു 10ാം ക്ലാസ് ആ ഒരു പീരീഡിലുള്ള ചില സ്വഭാവങ്ങൾ എപ്പോഴും നമ്മളിൽ നിലനിൽക്കും. ആ ഒരു സ്വഭാവം എപ്പോഴും പോകുന്നില്ല. ഓക്കെ, എന്തോ ആയിക്കോട്ടെ. അപ്പൊ അഡോളസെൻസിൽ എന്താണ് പലതരത്തിൽ ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്നുണ്ട്. ഇവിടെ എന്താ പറയുന്നത്? അഡോളസെൻസ് ടു അഡൽഹുഡ്. ഇനി എന്താണ് അഡോളസെൻസ് ടു അഡൽഹുഡ് എന്ന് പറയുന്നത്? കൗമാരപ്രായം തൊട്ട് യൗവന കാലം വരെ. യെസ്, കൗമാരകാലം മുതല് യൗവനകാലം വരെ. അവിടെ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നത്? പറയൂ. നല്ലതും ചീത്തയും കാലഘട്ടമാണ്. വികാരങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഒരു പ്രായമാണോ? എന്ന് പറഞ്ഞോളൂ, അറിയാവുന്നത് പോലെ പറഞ്ഞോളൂ. എല്ലാ ചേഞ്ചസും സംഭവിക്കുന്നുണ്ട് അല്ലെ. ഫിസിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ്, ബയോളജിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ്, അല്ലെങ്കിൽ എന്താണ് മെന്റൽ ആയിട്ടുള്ള ചേഞ്ചസ്, എല്ലാ തരത്തിലും എന്താണ് അവിടെ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ വികസനം സംഭവിക്കുന്നുണ്ട്. കൗമാരം മുതൽ ആ യൗവനം വരുന്ന ഒരു കാലഘട്ടം. നോക്കൂ, ഇനി അവിടെ വെച്ച് നമ്മുടെ ലൈഫ് തീർന്നോ? അഡൽഹുഡിൽ നമ്മുടെ ലൈഫ് തീർന്നോ? ഇല്ല. ഡെവലപ്മെന്റ് അവിടെ ഒരിക്കലും തീരുന്നില്ല. എന്തുകൊണ്ടാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്? വികസനം ഒരു ആജീവനാന്ത പ്രക്രിയയാണെന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? നമ്മൾക്ക് ഇത്തരം സ്റ്റേജുകളിലാണ് പ്രധാനമായിട്ട് നമ്മുടെ ഡെവലപ്മെന്റ്സ് നടന്നിരുന്നത്. ഏതൊക്കെ സ്റ്റേജൊക്കെയാണ്? ലൈഫ് ഫ്രം ബേബിഹുഡ് ടു ചൈൽഡ്ഹുഡ്, ചൈൽഡ്ഹുഡ് ടു അഡോളസെൻസ് ആൻഡ് അഡോളസെൻസ് ടു അഡൽഹുഡ്. ടെർമിനൽ സ്റ്റേജ് take places. എന്താണ് ടെർമിനസ് ചേഞ്ചസ് എന്ന് പറയുന്നത്? വാർദ്ധക്യം. വാർദ്ധക്യം എന്നാണ് ടെർമിനസ് എന്ന് പറയുന്നത്. അല്ല, അതിനുശേഷമുള്ള ഓരോ സ്റ്റേജസ് ഓഫ് ലൈഫ്. ടെർമിനസ് എന്നുവെച്ചാൽ അതിഗംഭീരമായിട്ടുള്ള ചേഞ്ചസുകൾ അല്ലെ. അതിഗംഭീരമായിട്ടുള്ള വ്യത്യാസങ്ങൾ നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഉണ്ടാവുന്നുണ്ട് അല്ലെ. Terminus means അതിഗംഭീരമായ. ഓക്കെ, yes. Also the process each person develop an attitude and values that guide choices, relationships and understanding. ഇനി ഈ ഒരു നമ്മുടെ ഡെവലപ്മെന്റ് പ്രോസസ് നടന്നുകൊണ്ടിരിക്കുക നമ്മളിൽ എന്തൊക്കെ തരത്തിലുള്ള ഡെവലപ്മെന്റ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞല്ലേ. നമുക്ക് ബിഹേവിയർ ആയിട്ട് ചേഞ്ചസ് ഉണ്ടാകുന്നു. ബിഹേവിയർ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ആദ്യം എന്താണ് ചേഞ്ച്? എന്താണ്? ആറ്റിറ്റ്യൂഡ് അല്ലെ. എന്താണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്? ആറ്റിറ്റ്യൂഡ് മനോഭാവം. ഓക്കെ, നമ്മുടെ മനോഭാവം, നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസം വരുന്നുണ്ട്. നമ്മൾ പല കാര്യങ്ങളെയും പല രീതിയിൽ നോക്കിക്കാണുന്നു, പല പ്രശ്നങ്ങളെ പല ആംഗിളിലൂടെ നോക്കിക്കാണുന്നു. പിന്നെ എന്താണ്? നമുക്ക് സ്വന്തമായിട്ട് സ്വമേധ എല്ലാവർക്കും ഓരോരുത്തരും ഇൻഡിവിജ്വൽ പേഴ്സൺ ആണ് അല്ലെ. എല്ലാവരുടെ വ്യക്തി വ്യത്യാസങ്ങളുണ്ട്, ഓരോരുത്തർക്ക് ഇഷ്ടങ്ങളുണ്ട്, താല്പര്യങ്ങളുണ്ട്, ഒക്കെ വ്യത്യസ്തമാണ്. അപ്പൊ നമുക്ക് സ്വന്തമായിട്ടൊരു ആറ്റിറ്റ്യൂഡ് രൂപപ്പെടുന്നു. ഓക്കെ, പിന്നെ എന്താണ്? വാല്യൂസ് ആൻഡ് ഗൈഡ് ചോയ്സസ്. വാല്യൂസ് ആൻഡ് ഗൈഡ് ചോയ്സസ് എന്ന് പറഞ്ഞാൽ എന്താ? വാല്യൂസ് ദാറ്റ് ഗൈഡ് ചോയ്സസ്. ആറ്റിറ്റ്യൂഡ് ആൻഡ് വാല്യൂസ് ദാറ്റ് ഗൈഡ് ചോയ്സസ്. നമുക്കൊരു മനോഭാവം ഉണ്ടാകുന്നതിലൂടെ നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. എന്തൊക്കെയാണ്?
പല കാര്യങ്ങളും മൂല്യത്തെ കുറിച്ചൊക്കെ വാല്യൂസ് മനസ്സിലാക്കുന്നത്, നമുക്ക് ചോയ്സ്, നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള ഒരു മനോഭാവം നമുക്ക് രൂപപ്പെടാൻ, അല്ലെങ്കിൽ ഏതിനാണ് മൂല്യമുള്ളത്, ഏതിനാണ് വാല്യൂ ഉള്ളത് തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എന്താണ്, എന്ത് തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ റിലേഷൻഷിപ്സിനെ പറ്റി. റിലേഷൻഷിപ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? റിലേഷൻഷിപ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുള്ള റിലേഷൻസ്, നമ്മൾക്ക് ഏതൊക്കെ തരത്തിലാണ് ബന്ധങ്ങൾ വരുന്നത്, ആരൊക്കെയാണ് നമ്മളുടേതുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ആരാണ്, നമുക്ക് ആരൊക്കെയുണ്ട് എന്നുള്ള റിലേഷൻഷിപ്സ് ഒക്കെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തു തുടങ്ങും. ഏറ്റവും അടുപ്പുള്ള റിലേഷൻ. നിങ്ങളുടെ കുട്ടികള് ആദ്യം നിങ്ങളെയാണ് തിരിച്ചറിഞ്ഞത്, അതിനുശേഷം നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെ, നിങ്ങൾ രണ്ടുപേരും ആദ്യം തിരിച്ചറിഞ്ഞത്. ഒരു പരിധി വരെ അല്ലെങ്കിൽ കുറച്ച് നാൾ വരെ നിങ്ങൾ രണ്ടുപേരും മാത്രമായിരുന്നു അവന്റെ ലോകത്തില് അല്ലെ, നിങ്ങൾ രണ്ടുപേരെ മാത്രമേ അറിയുള്ളൂ. പിന്നീട് ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ്, പിന്നെ ആരെയൊക്കെ കാണാൻ തുടങ്ങിയവൻ? മുത്തശ്ശൻ, മുത്തശ്ശി, സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ ചേട്ടൻ, ചേച്ചി, ആന്റി, അങ്ങനെയൊക്കെ കാണാൻ തുടങ്ങി. ഫസ്റ്റ് ഓഫ് ഓൾ കണ്ടപ്പോ തന്നെ ഇതിന്റെ ആന്റിയാണ്, ഇതിന്റെ അച്ഛനാണ്, ഇതിന്റെ മുത്തശ്ശനാണെന്ന് കുഞ്ഞ് മനസ്സിലാക്കിയോ? ഇല്ലല്ലോ. ഇല്ല. പിന്നീട് നിങ്ങൾ പറഞ്ഞു കൊടുത്തു, അല്ലെങ്കിൽ കുഞ്ഞ് കേട്ട് ഒബ്സർവ് ചെയ്തൊക്കെ എന്ത് മനസ്സിലാക്കി? അത് മുത്തശ്ശനാണ്, ഇത് ചേച്ചിയാണ്, ചേട്ടനാണെന്ന് റിലേഷൻഷിപ്സ് കുഞ്ഞ് മനസ്സിലാക്കി തുടങ്ങി അല്ലെ. അവിടേക്ക് എന്ത് നടക്കുന്നുണ്ട്? അവിടേക്ക് ഡെവലപ്മെന്റ് ആണ് നടക്കുന്നത്. വികസിക്കുമ്പോഴാണ് ഇതൊക്കെ മനസ്സിലാവുന്നത്. ആദ്യത്തെ വികസനത്തിലാണ് അച്ഛനമ്മയെ തിരിച്ചറിഞ്ഞത്. പിന്നീടാണ് വലുതാവുന്നതിനനുസരിച്ചിട്ട് ഓരോ റിലേഷൻഷിപ്സ് എന്തൊക്കെയാണെന്ന് കുഞ്ഞ് തിരിച്ചറിയുന്നു. ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. പിന്നെ എന്താണ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്? പല കാര്യങ്ങളും കുട്ടികള് മനസ്സിലാക്കാൻ തുടങ്ങി അല്ലെ. എല്ലാവരും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ വിചാരിക്കും നമ്മുടെ വീട്ടിൽ ഏറ്റവും ശ്രദ്ധ ഉള്ളത് നമുക്കാണെന്ന്. പക്ഷെ മനസ്സിലാക്കണം, നമ്മുടെ കുട്ടികളാണ് നമ്മുടെ വീട് ഏറ്റവും കൂടുതൽ ഒബ്സർവ് ചെയ്യുന്നത്. മനസ്സിലാക്കുന്നുണ്ടാവോ? ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന എന്താണ്? ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടാണ്. ഇപ്പൊ വികസനത്തിന് ഇത്രയും വലിയ കാര്യങ്ങൾ ഉണ്ടായെന്ന് അറിയാമോ? അറിയാറുന്നല്ലേ? വികസനം ഉണ്ടായി എന്ന് പറയും. എവിടെയൊക്കെ എന്ത് വികസനം ഉണ്ടായി നമുക്ക് അറിയാൻ പാടില്ല അല്ലെ. ഓക്കെ, അപ്പൊ നമ്മുടെ ലൈഫിൽ ഇപ്പോഴും നിങ്ങളിപ്പോ ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടി, നിങ്ങൾ മനസ്സിലാക്കി എന്താണ് ഡെവലപ്മെന്റ്. നിങ്ങളൊരു ഡെവലപ്മെന്റ് നടന്നിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ ഗ്രോത്ത് എന്താണെന്ന് പറയും. ഇപ്പൊ ഗ്രോത്തിനെ കുറിച്ച് പഠിച്ചു. അപ്പോഴും നിങ്ങൾ എന്താണ് ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ അക്കാദമിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തോന്നുന്നു, ആദ്യം ചായ ഉണ്ടാക്കിയപ്പോ നിങ്ങൾക്ക് ചായ ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു അല്ലെ. കഴിഞ്ഞു വന്ന് ഉണ്ടാക്കിയ മോശം ചായനെ കുറിച്ച് ഓർക്കുന്നുണ്ടോ നിങ്ങള്? ചിലവരെ പിന്നീട് അങ്ങോട്ട് ഉണ്ടാക്കി ഒരു സമയം എത്തിയപ്പോ ചായ കറക്റ്റ് ആയല്ലേ, നല്ല മധുരം, നല്ല പാകം, നല്ല കടുപ്പം ഒക്കെ ആയിട്ട് നല്ലൊരു ചായ ഉണ്ടാക്കി നിങ്ങൾ. അപ്പൊ നിങ്ങൾ എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഡെവലപ്മെന്റ് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, പറയുന്ന കേട്ടോ മനസ്സിലാവാൻ വേണ്ടി. നമ്മൾ പറഞ്ഞു നമുക്ക് പലതരത്തില് ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ട്. ഫിസിക്കലായിട്ട്, ബിഹേവിയറലായിട്ട്, കോഗ്നിറ്റീവ് ആയിട്ട്. ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും പറയുന്നുണ്ട്, നമ്മുടെ ക്ലാസ്സിൽ കുറെ പേര് ഗ്യാപ്പ് ഉള്ള കുട്ടികളുണ്ട്. കുറെ നാളെടുത്ത് കയറിയവരുണ്ടാവും, അല്ലാത്തവരുണ്ടാവും. എല്ലാവർക്കും ഒരേപോലെ മനസ്സിലാവണമെങ്കിൽ അവർക്ക് ചിലപ്പോൾ കുറച്ച് ഗ്യാപ്പ്, നല്ല വർഷം ഏജ് ഗ്യാപ്പ് വന്നവരുണ്ടല്ലേ, 14 വർഷത്തെ ഗ്യാപ്പുള്ള ആരും പറഞ്ഞു തോന്നുന്നത് ഉണ്ടോ അങ്ങനെ? പെട്ടെന്ന് അവർക്ക് കിട്ടണമെങ്കിൽ നമ്മൾ വീണ്ടും പറയണ്ടേ ക്ലാസ് എല്ലാവർക്കും ഒരേപോലെ ആവണമെങ്കിൽ. അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ. മനസ്സിലായില്ലെങ്കിൽ എത്ര തവണ വേണമെങ്കിലും പറഞ്ഞു തരാൻ നമ്മൾ റെഡിയാണ്. പക്ഷെ ഒരു കുറച്ച് സമയം ഇതൊക്കെ പറയുള്ളൂ. പിന്നെ നിങ്ങൾ പ്രാക്ടിക്കലിലൂടെ പിന്നെ ഇത് പറഞ്ഞു തരില്ല കേട്ടോ. പിന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ അതൊക്കെ ആയിക്കോളൂ, ഒന്നും പേടിക്കണ്ട. യെസ്, പ്രിൻസിക എന്നാണോ പേര്? ജയശ്രീ കേൾക്കുന്നുണ്ടോ? ജയശ്രീ ജയശ്രീ കഴിഞ്ഞ ക്ലാസ്സിൽ കേറിയിരുന്നോ? എന്റെ ക്ലാസ്സിൽ കേറിയിരുന്നു. ഒരു ക്ലാസ് മിസ്സിന്റെ കേറിയായിരുന്നു. അപ്പൊ നമ്മൾ പരിചയപ്പെട്ടായിരുന്നോ? പരിചയപ്പെട്ടായിരുന്നു. പക്ഷെ ഫേസ് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. ഓർക്കുന്നില്ല? ഓക്കെ മിസ്. എന്റെ പേര് ജയശ്രീ എന്നാണ്. എറണാകുളമാണ്, പറവൂര്. പറവൂരോ? ഞാനും പറവൂരാണോ? പറവൂര്, നോർത്ത് പറവൂരാണ്. 3 കുട്ടികളുണ്ട്. അതെ. വീട് മന്നത്താണ്, ആലുവ റൂട്ട്, മന്നം. വീട് മൂകാംബിക അമ്പലല്ലേ നമ്മുടെ? മൂകാംബിക അവിടെ അടുത്താണ്.
ഓക്കെ മിസ്. ഹസ്ബൻഡ് ദേവസ്വം ബോർഡാണ്. അപ്പൊ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് നിൽക്കാറുണ്ട്. ഉണ്ടല്ലേ? മറ്റേ എഴുത്തുന്ന സമയമൊക്കെ വരുമ്പോ ഉണ്ടാവാറുണ്ട് അവിടെ. അങ്ങനെ രജിസ്റ്റർ സംസാരിച്ചിരുന്നോ ക്ലാസ്സില്? ഞാന് പരിചയപ്പെടുത്തി എന്നാണ് തോന്നണം മിസ്സേ. ഇംഗ്ലീഷ് ക്ലാസ്സിലാണോ എന്നൊരു സംശയം പറഞ്ഞത്. നല്ല മനസ്സിലാവുന്നുണ്ട്. രാഹുൽ രാധാകൃഷ്ണൻ എന്ന കുട്ടിയുടെ പേരെന്താ? അനുമോൾഡി. ശരി, നിങ്ങള് അസൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ ക്യാമറ ഓഫ് ചെയ്ത് കണ്ടോളൂ, ഒരു പ്രശ്നമില്ല കേട്ടോ. ഇങ്ങനെ ഓൺ ചെയ്തിരിക്കണം എന്നൊരു നിർബന്ധമില്ല, നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് ക്ലാസ് ഉണ്ടാവും. മ്യൂട്ട് ചെയ്യണം കേട്ടോ. സഫിയ മ്യൂട്ട് ചെയ്ത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാം. ഇപ്പൊ ഈ പാരഗ്രാഫിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇനി the term growth portions to dimensional augmentation, cellular multiplication, ശ്രദ്ധിക്കുക, quantitative changes in sizes, weight and number. Human growth is based on biological events, which case growth physically that naturally happen in the course during the early stages of life. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം, നമ്മളിപ്പോ പറഞ്ഞു നമ്മൾ ഡെവലപ്മെന്റ്സ് ഉണ്ടായത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഇനി നമ്മളിൽ എങ്ങനെയാണ് ഗ്രോത്ത് ഉണ്ടായത്? എങ്ങനെയായിരിക്കാം? The term growth portions to dimensional augmentation. എന്താണ് dimensional augmentation അല്ലെങ്കിൽ cellular multiplication എന്ന് പറയുന്നത്? നമ്മുടെ ശരീരമൊക്കെ ഉണ്ടായത് എങ്ങനെയാണ്? സെൽസ് മൾട്ടിപ്ലൈ cellular multiplication ആണ് കോശവർദ്ധനവ് അല്ലേ? അതായത് ഡൈമെൻഷണൽ ഓഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സെല്ലുലാർ കോശങ്ങൾ വികസിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത് ഈ കോശങ്ങൾ വർദ്ധിച്ചാണ് നമ്മൾ എന്തൊക്കെ ഉണ്ടായത്? നമ്മൾക്ക് പലതരത്തിലുള്ള ചേഞ്ചസുകൾ രൂപപ്പെട്ടത്. നമ്മൾ പ്രധാനമായിട്ട് നമ്മുടെ ഗ്രോത്ത് അളക്കാൻ പറ്റുന്നത് എന്ത് സാധനത്തിലാണ്? നമ്മുടെ ഗ്രോത്ത് എങ്ങനെ അറിയാൻ പറ്റുന്നത് നമുക്ക്? കോശങ്ങളുടെ വർധനവുണ്ട്. വർധനവ് മൂലമാണ്. നമ്മുടെ വെയിറ്റ് നമ്മൾ എങ്ങനെ അറിയാം? വെയിറ്റ് നമ്മൾ മെഷർ ചെയ്യല്ലേ? വെയിറ്റ് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് എന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്. നമുക്ക് കാണാൻ പറ്റും അല്ലെ? നമ്മുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഡെവലപ്മെന്റ് നമുക്ക് കാണാൻ പറ്റുമോ? ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ചെയ്യാൻ പറ്റില്ല. ഡെവലപ്മെന്റ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല, അളക്കാൻ പറ്റില്ല അല്ലെ? ഗ്രോത്ത്, നമ്മുടെ വെയിറ്റ് നമുക്ക് നോക്കാൻ പറ്റും, സയൻസ് നമുക്ക് നോക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതെല്ലാം എന്തിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ്? നമുക്ക് ഗ്രോത്ത്, വളർച്ച എന്ന് പറയുന്ന ഒരാളുടെ ശരീരത്തിലെ കോശവർദ്ധനവ് മൂലം അല്ലെങ്കിൽ കോശത്തിന്റെ പെരുപ്പം മൂലമാണ് നമ്മളുടെ ഗ്രോത്ത്, വളർച്ച ഉണ്ടാകുന്നത്. നമ്മൾ തിരിച്ചറിയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് അല്ലെ? ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ അതിന്റെ ക്വാണ്ടിറ്റി നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സൈസ്, വെയിറ്റ് ആൻഡ് നമ്പർ. Then human growth is based on biological events which cause growth physically that naturally happen in the course during the early stages of life. നമ്മളെല്ലാവരും ബയോളജിക്കൽ ഈവൻസ് നടക്കുന്നുണ്ട്. അപ്പൊ ഗ്രോത്ത് പ്രധാനമായിട്ട് വളർച്ച ഉണ്ടാവുന്നത് ബയോളജിക്കൽ ഈവൻസ് പ്രകാരമാണെന്നാണ്. എന്താണ് ബയോളജിക്കൽ ഈവൻസ് എന്ന് പറയുന്നത്? ജീവപരമായി വളർച്ച, ശാരീരിക ബയോളജിക്കൽ എന്തൊക്കെ ബയോളജിക്കൽ ഈവൻസ് നമ്മളിൽ നടക്കുന്നുണ്ട്? റീപ്രൊഡക്ഷൻ. എല്ലാവരും എന്തായാലും 10ാം ക്ലാസ് അല്ലെ? അടിസ്ഥാന അല്ലേ? ബാക്കി +2 സയൻസ് എടുത്തവർക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. എങ്കിലും നമ്മൾ 10ാം ക്ലാസ് വരെ ഇത്തരം ബയോളജിക്കൽ ആയിട്ടുള്ള ഇവന്റ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഉണ്ടാവുന്നത് എങ്ങനെയാണ്, മെൻസ്ട്രുവൽ പീരീഡ് എങ്ങനെയാണ് മെൻസ്ട്രേഷൻ സംഭവിക്കുന്നതൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ? മറന്നു പോയിട്ടുണ്ടാവും. ബോഡിയിലെ ഇന്റേണൽ ഓർഗൻസിന്റെ ഡെവലപ്മെന്റ്, ബോഡിയിലെ ഇന്റേണൽ ഓർഗൻസിന്റെ യെസ്, നമ്മുടെ ബോഡിയിൽ ആദ്യം ഏത് അവയവങ്ങളാണ് രൂപപ്പെടുന്നത്? ഏത് ഓർഗൻസ് ആണ്? ഹാർട്ടാണ് ആദ്യമേ ഡെവലപ്പ് ചെയ്യുന്നത്. യെസ്, വെരി ഗുഡ്.
ഹാർട്ട് രൂപപ്പെടുന്നു. പിന്നെ ഹാർട്ട് ഏത് ഓർഗൻ ആണ്? ഇന്റേണൽ ഓർഗൻ ആണോ എക്സ്റ്റേണൽ ഓർഗൻ ആണോ? Internal Yes. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് മ്യൂട്ട് ചെയ്തേ എല്ലാവരും. ഓക്കെ. അപ്പൊ നമ്മളുടെ ഉള്ളിൽ എല്ലാവരിലും ഈ വളർച്ച സംഭവിക്കുന്നതിന്റെ ഗ്രോത്ത് സംഭവിക്കുന്ന പ്രധാന കാരണം നമ്മളിൽ നടക്കുന്ന ബയോളജിക്കൽ ആയിട്ടുള്ള ജീവശാസ്ത്രപരമായിട്ടുള്ള ഒരു പ്രക്രിയയുടെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ കോശവർദ്ധനവിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിൽ എന്ത് സംഭവിക്കുന്നത്? ഗ്രോത്ത് സംഭവിക്കുന്നത്. അല്ലെ? ഇത് നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്നതാണ്, അല്ലാതെ ആരെങ്കിലും ഫോഴ്സ് ചെയ്തിട്ടാണോ നമ്മളിൽ ഗ്രോത്ത് ഉണ്ടാവുന്നത്? സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ത്? ഗ്രോത്ത് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഗ്രോത്ത് നമുക്ക് തുടങ്ങുന്നത് എപ്പോഴാണ്? ഗ്രോത്ത് ഉണ്ടാവുന്നത് ഏത് സ്റ്റേജിലാണ്? ഇതിന്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ആക്ച്വലി അമ്മയുടെ ഉള്ളപ്പോ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അയ്യോ ഭയങ്കര ശബ്ദം. ഓരോരുത്തർ പറയൂ. നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിനുള്ളിൽ ഉള്ളപ്പോ തന്നെ നമ്മുടെ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യും. യെസ്, വെരി ഗുഡ്. ആരാണ് പറഞ്ഞത്? അനിമോൾഡി. അനിമോൾ ആ പേരൊന്ന് മാറ്റാം മിസ്, മാറ്റാം. അപ്പൊ പിന്നെ നമ്മള് എന്തുണ്ടാണ് കേട്ടോ. ഓക്കെ. യെസ്. അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? വളർച്ച ആരംഭിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞ ഫസ്റ്റ് കുഞ്ഞിന്റെ ആദ്യം ഡെവലപ്പ് ചെയ്യുന്ന എന്താണ്? ഹാർട്ട് ബീറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത് അല്ലെ? പിന്നെ പ്രഗ്നന്റ് വുമൺ ഫസ്റ്റ് ആദ്യം പ്രഗ്നൻസി നമ്മൾ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്ന ടെസ്റ്റ് എന്താണ്? ഫസ്റ്റ് ഹാർട്ട് ബീറ്റ് ആണോ നോക്കുന്നത്? ഫസ്റ്റ് ആണ് ഹാർട്ട് ബീറ്റ് വന്നിട്ടുണ്ടാവോ? ഇല്ല. പ്രഗ്നൻസി അപ്പോഴാണ് ശരിയാക്കട്ടെ. എക്കോ വന്നാലേ ക്ലാസ് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ എക്കോ വരുന്നുണ്ടോ? ഇല്ലല്ലോ. ഇല്ല മിസ്. ഇല്ല. ആരും കൂടി പറയുമ്പോൾ ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. അതെ, ഗ്രൂപ്പിലൊന്ന് ചേർക്കണം കേട്ടോ, ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ. എന്നെയും കൂടെ ഗ്രൂപ്പിലൊന്ന് ചേർക്കണേ. എല്ലാരും ലൈനിലുണ്ടോ? ഉണ്ട്. ഉണ്ടല്ലോ. ഉണ്ട്. കേൾക്കാമോ? കേൾക്കാം മിസ്. ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? ടീച്ചർ വീണ്ടും കേൾക്കുന്നുണ്ട്.
കേൾക്കാമോ? ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം അല്ലേ, അപ്പൊ എന്തെങ്കിലും ഇത്തരത്തിലുള്ള ഇഷ്യൂസ് വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ആരും പെട്ടെന്നൊന്ന് ലെഫ്റ്റ് അടിച്ച് ഒന്നും പോകരുത്. കണ്ടില്ലെങ്കിലും നിങ്ങൾ കറക്റ്റ് ആയിട്ട് കേൾക്കാൻ പറ്റും ക്ലാസ്. ഓക്കെ, കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി, ഓക്കെ, അല്ലെങ്കിൽ പങ്കിട്ടാലും മതി കേട്ടോ. നമ്മളെവിടെ വരെ പറഞ്ഞു? ഓക്കെ, അപ്പൊ നമ്മുടെ ശാരീരിക വളർച്ച എന്ന് പറയുന്നത് എന്താണ്? ജൈവശാസ്ത്രപരമായിട്ടുള്ള സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ബയോളജിക്കൽ ഇവന്റ്സിന്റെ പ്രകാരമാണ് നമ്മുടെ എന്ത് സംഭവിക്കുന്നത്? ഗ്രോത്ത് ഉണ്ടാവുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെൻസ്ട്രേഷൻ നടക്കുന്നത് അല്ലെ? മെൻസ്ട്രേഷൻ ഒരു ബയോളജിക്കൽ ഇവന്റ്സിന്റെ പ്രകാരം നടക്കുന്നതല്ലേ? ആ ഒരു പ്രോസസ് അല്ലേ അത്? യെസ്. ഓക്കെ, developments never, okay, development nevertheless is the product of psychological and social growth stressed by environmental and individual behavior factors, sometimes more easily referred to as maturity. While both of these natural processes are greatly different, both growth and development are closely related steps in producing healthy adults. ഇനി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണെന്നാണ്? എന്നിരുന്നാലും വികസനം എന്ന് പറയുന്നത് മാനസികവും സാമൂഹ്യമായിട്ടുള്ള വളർച്ചയുടെ ഫലമാണ്. നമ്മൾക്ക് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ സംഭവിക്കുന്നുണ്ട് അല്ലെ? നമുക്ക് സോഷ്യലായിട്ടും ഡെവലപ്മെന്റ് ഉണ്ടാവുന്നുണ്ട്, അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ആയിട്ട് നമുക്ക് ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ്? പാരിസ്ഥിതികവും വ്യക്തിഗതവുമായ പെരുമാറ്റ ഘടകങ്ങളാൽ സമ്മർദ്ദം ചെലുത്തപ്പെടുമ്പോൾ ചിലപ്പോൾ ഇതിനെ പക്വത എന്ന് വിളിക്കപ്പെടുന്നു. അതായത് നമുക്കൊരു പോയിന്റ് ഓഫ് വ്യൂവില് നമ്മുടെ ഡെവലപ്മെന്റിന് എന്ത് സംഭവിക്കുന്നുണ്ട്? നമുക്കൊരു മെച്യൂരിറ്റി എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മുടെ പക്വത എന്ന് പറയുന്നത് എന്താണ് സംഭവം? പക്വത ആർജിക്കുന്നത് എപ്പോഴാണ്? നമ്മള് മെച്യൂർഡ് ആവുന്നത് എപ്പോഴാണ്? മൈക്ക് ഓഫ് ആണ്, നിങ്ങൾ പറയില്ല, മൈക്ക് ഓൺ ചെയ്യട്ടെ, പറഞ്ഞോ. നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുമ്പോ അപ്പോഴാണ് നമുക്ക് ഇത് മെച്യൂർഡ് ആവുന്നതെന്നാണ് പറയുന്നത് അല്ലെ? ഓക്കെ, വേറെ ആരെങ്കിലും വേറെ അഭിപ്രായം ഉണ്ടോ? സ്വന്തമായ ഒരു അഭിപ്രായം പറയുന്നു. അതൊക്കെ നമ്മൾ സ്വന്തമായി തീരുമാനിക്കും. ഇപ്പൊ എന്തോ ഡിസ്റ്റർബൻസ് ഉണ്ട് മിസ്. ഓക്കെ, അപ്പൊ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ മിണ്ടാതിരുന്നോളൂ കേട്ടോ. ഞാൻ പറയാം, അപ്പൊ പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയാം നമുക്ക് എപ്പോഴാണ് മെച്യൂർ ആവുന്നത്. അത് പ്രധാനമായിട്ടും നമുക്ക് എന്ത് സംഭവിക്കുമ്പോഴാണ് നമ്മൾ മെച്യൂരിറ്റിയിലേക്ക് എത്തിച്ചേരുന്നത്? നമുക്ക് ഏകദേശം പൂർണ്ണമായ ഗ്രോത്ത് ഉണ്ടാവുന്ന സമയത്ത്, അല്ലെങ്കിൽ പൂർണ്ണമായ വളർച്ച സംഭവിക്കുന്ന സമയത്ത് നമ്മളുടെ എന്ത് സംഭവിക്കും? നമ്മൾ പക്വതയെ ആർജിക്കും അല്ലെ? നമ്മളതിന് പറയാറില്ല, കംപ്ലീറ്റ് ആയിട്ട് വളർന്നുകൊണ്ടാണ് അവനെ മെച്യൂർഡ് ആയ പക്വത ആർജിച്ചു നമ്മൾ ഒരു പിന്നീട് പറയും. എപ്പോഴാണ്? പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഡെവലപ്മെന്റിനൊപ്പം തന്നെ ഈ ഗ്രോത്ത് പോകുന്നുണ്ട്. ഒരുമിച്ചാണോ ഇത് രണ്ടും പോകുന്നത്? ഗ്രോത്തും ഡെവലപ്മെന്റും ഒരുമിച്ചാണോ പോകുന്നത്? ഒരുമിച്ചാണ് പോകുന്നത്. പക്ഷെ ഒരു സ്ഥലത്തെത്തും ഇത് സ്റ്റോപ്പ് ആവും, ഗ്രോത്ത് സ്റ്റോപ്പ് ആവും. എപ്പോഴാണ് ഗ്രോത്ത് സ്റ്റോപ്പ് ആവുന്നത്? പക്വത ആർജിക്കുമ്പോൾ അല്ലെ? നമുക്ക് മെച്യൂരിറ്റി ആവുന്ന സമയത്ത് ഗ്രോത്ത് അവിടെ നിൽക്കുന്നു. ഓക്കെ, നമ്മൾക്ക് ഒരു പ്രായം നമ്മുടെ കൈയും കാലും ഒക്കെ പിന്നെ വലുതായിക്കൊണ്ടിരിക്കോ, അല്ലെങ്കിൽ പിന്നെ സൈസ് കൂടിക്കൊണ്ടിരിക്കോ നമ്മുടെ കൈയിന്റെയും കാലിന്റെയും ഒക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഓർഗൻസ് ഇല്ല മിസ്. ഒരു പരിധി കഴിയുമ്പോൾ നമ്മുടെ എല്ലാ വളർച്ചയും എല്ലാ ഓർഗൻസും എന്താണ്, അല്ലെങ്കിൽ നമുക്ക് ഗ്രോത്ത് തരുന്ന എല്ലാ തരത്തിലുള്ള അവയവങ്ങൾ എന്താണ്? സ്റ്റോപ്പ് ആവുന്നു. നമുക്ക് വേരിയേഷൻസ് വരുന്നത് എന്തിന് മാത്രമാണ്? നമ്മുടെ വെയിറ്റിൽ വ്യത്യാസം വരും. പക്ഷെ എങ്കിലും നമ്മുടെ ബാക്കി ഓർഗൻസ്, അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന്റെ ഷേപ്പ് മാറുമോ, അല്ലെങ്കിൽ മൂക്കിന്റെ ഷേപ്പ് മാറുമോ, ചെവി രണ്ടെണ്ണം വേറെ വരുമോ? ഇല്ലല്ലോ, ഇല്ല അല്ലെ? ഒരു പ്രായം കഴിയുമ്പോൾ നമ്മുടെ ഗ്രോത്ത് സ്റ്റോപ്പ് ആവും. പക്ഷെ ഡെവലപ്മെന്റ് എന്താണ്? കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഡെവലപ്മെന്റ് ഇങ്ങനെ നിരന്തരമായിട്ട് കംപ്ലീറ്റഡ് ആയിട്ട് പോകുന്നത്. അല്ലെങ്കിൽ നിരന്തരം എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്, നിരന്തരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ്. പക്ഷെ
ഗ്രോത്ത് ഒരു സമയത്ത് സ്റ്റോപ്പ് ആകുന്നു. ഓക്കെ, നമുക്ക് മെച്യൂരിറ്റി പക്വത ആർജിക്കുന്ന സമയത്ത് ഗ്രോത്ത് അവിടെ സ്റ്റോപ്പ് ആകുന്നു. ഇനി PDF കാണാമോ നിങ്ങൾക്ക്? കാണാം മിസ്. ഇനി sometimes more easily referred to as a maturity, while both of these natural processes are greatly different. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ രണ്ട് പ്രോസസ്സും ഒന്നാണെന്ന്, ഡെവലപ്മെന്റും ഗ്രോത്തും ഒന്നാണെന്ന് തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക്? അല്ല മിസ്, രണ്ടും രണ്ടാണ്. രണ്ടിനും രണ്ട് രീതിയിലുള്ള വ്യത്യാസങ്ങളാണ്. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഇപ്പൊ വരുന്നതല്ലേ? സമയത്താണ് ഇവിടെ ക്ലാസ് എടുക്കുന്നതിന്റെ ആ ഒരു ഫ്ലോ അങ്ങ് പോകും. ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. നിങ്ങൾക്ക് ഒരു ടീച്ചിങ് ഫീൽഡിൽ എത്തുമ്പോൾ മനസ്സിലാവും, ടീച്ചറായിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വന്നാൽ പിന്നെ അത് എടുക്കാൻ പറ്റില്ല കണ്ടിന്യൂ ചെയ്ത്. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഇപ്പൊ നമ്മൾ പറയും ഇതിന് ഗ്രേറ്റ്ലി ഡിഫറൻസസ് ഉണ്ട്. ഗ്രോത്തിനും അതേപോലെ തന്നെ ഡെവലപ്മെന്റ്സിനും എന്താണ് രണ്ട് രീതിയിലുള്ള വ്യത്യാസങ്ങളുണ്ട്. രണ്ടും രണ്ടാണ് അല്ലെ, ഒന്നല്ല, രണ്ടും രണ്ടാണ്. പക്ഷെ both the growth and development are closely related steps in producing healthy adults. പക്ഷെ എന്താണ് ഈ ഗ്രോത്തും ഡെവലപ്മെന്റും ക്ലോസ്ലി റിലേറ്റഡ് ആവുന്നുണ്ട്. എപ്പോഴാണ് ഇത് റിലേറ്റഡ് ആവുന്നത്? എപ്പോഴാണ് ആരോഗ്യമുള്ള മുതിർന്നവരെ സൃഷ്ടിക്കുന്നത്. നല്ലൊരു അഡൾട്ട്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ഇവ രണ്ടും നല്ല പങ്ക് വഹിക്കുന്നില്ലേ? ഗ്രോത്തും ഡെവലപ്മെന്റും കൂടി ചേർന്നതിലെ നല്ല അഡൾട്ട്സുകളെ രൂപപ്പെടുന്നത്, ഹെൽത്തി ആയിട്ടുള്ള അഡൾട്ട്സുകൾ അല്ലെ, മുതിർന്നവർ രൂപപ്പെടുത്തുന്നത് ഇവ രണ്ടും കൂടി ചേർന്നിട്ട് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിൽ എന്ത് പറയുന്നത്? ബോത്ത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആർ ക്ലോസ്ലി റിലേറ്റഡ് സ്റ്റെപ്സ് ഇൻ പ്രൊഡ്യൂസിംഗ് ഹെൽത്തി അഡൾട്ട്സ്. ഓക്കെ, മനസ്സിലായോ പോയിന്റ്? ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ രണ്ട് സ്വാഭാവിക പ്രക്രിയകളും വളരെ വ്യത്യസ്തമാണെങ്കിലും ഇത്തരത്തില് ആരോഗ്യമുള്ള മുതിർന്ന തലമുറയെ സൃഷ്ടിക്കുന്നതില് വളർച്ചയും വികാസവും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് സ്റ്റെപ്സ് ഇൻ പ്രൊഡ്യൂസിംഗ് ഹെൽത്തി അഡൾട്ട്സ്. ഓക്കെ, ഇവിടെ വരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായോ നിങ്ങൾക്ക്? ഇനി ഇവിടെ നമ്മള് രണ്ട് സൈക്കോളജിസ്റ്റിന്റെ ഡെഫിനേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിലെ ഒരു ഡെഫിനേഷൻസ് നമുക്ക് ഇന്ന് നോക്കാം. ഇത് അദ്ദേഹത്തിന്റെ പേരാണ് കേട്ടോ. ക്രോ ആൻഡ് ക്രോ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പേരാണ്. ക്രോ ആൻഡ് ക്രോ. ഉള്ളവരൊന്ന് അണ്ടർലൈൻ ചെയ്യാൻ, അല്ലാത്തവർ ശ്രദ്ധിക്കാം. ക്രോ ആൻഡ് ക്രോ എന്താണ് ഡെവലപ്മെന്റ്സിനെ കുറിച്ച് പറയുന്നത്? Crow and Crow remarks that growth refers to structural and physiological changes, while development refers to growth as well as changes in behavior. Okay, Crow and Crow നമ്മുടെ വളർച്ചയെയും വികാസത്തിനെയും കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? വളർച്ച എന്നത് ഘടനാപരവും ശാരീരികമായിട്ടുള്ള മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നു. കണ്ടോ, വളർച്ച എന്ന് പറയുന്നത് എന്താണ്? സ്ട്രക്ചറൽ ആണെന്ന് കാണാൻ പറ്റും എന്ന് പറഞ്ഞില്ലേ ടീച്ചർ? നമുക്ക് ഗ്രോത്ത് കാണാൻ പറ്റും, അതുകൊണ്ട് തന്നെ ഇതിന് സ്ട്രക്ചറൽ ആണെന്ന് പറയുന്നത്. വളർച്ച എന്നത് ഘടനാപരവും ശാരീരികവുമായ മാറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ആണെന്ന് നമ്മൾ പറഞ്ഞില്ലേ? നമ്മുടെ സൈസില്, വെയിറ്റില്, ഹൈറ്റിലൊക്കെ ഉണ്ടാവുന്ന മാറ്റങ്ങളാണ് ഇന്ന് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതേസമയം അദ്ദേഹം പറയുന്നു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണെന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്? വളർച്ചയും പെരുമാറ്റത്തിലെ മാറ്റങ്ങളെയുമാണ് അത് സൂചിപ്പിക്കുന്നത്. നമ്മുടെ ബിഹേവിയറിൽ ഉണ്ടാവുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്നാണ് അദ്ദേഹം ഡെവലപ്മെന്റിനെ ഡിഫൈൻ ചെയ്യുന്നത്. നോക്കൂ, എന്താണ് ക്രോ ആൻഡ് ക്രോ പറയുന്നത്? എന്താണ് ഗ്രോത്ത് എന്ന് പറയുന്നത്? എന്താണ്? ഘടനാപരവും ശാരീരികപരവുമായ മാറ്റങ്ങളെയാണ് വളർച്ച എന്ന് പറയുന്നതെന്ന്. ഘടനാപരവും ശാരീരികപരവും എന്താണ്? ചേഞ്ചസ് ഇൻ ബിഹേവിയർ. നമ്മുടെ പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെയാണ് നമ്മള് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. വേറൊരു എക്സാമ്പിൾ എടുത്ത് പറയട്ടെ. നമ്മള് ഒരാള് കുറച്ച് ഏജ്ഡ് ആയിട്ട് ഒരാളുടെ കാര്യം പറയാട്ടോ.
ഇപ്പൊ ഒരാള് ഒരു മോശ സ്വഭാവമുള്ള ആളായിരുന്നു. ഇപ്പൊ എന്താ പറയുക, കൊലപാതകി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ആൾക്കാർക്ക് ഉപദ്രവം ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷെ കുറെ നാൾ അയാൾ അങ്ങനെ പോയി. ഇത്തരം കൃത്യങ്ങൾ, അല്ലെങ്കിൽ അക്രമമല്ല, എല്ലാ തരത്തിലുള്ള മോശ പ്രവർത്തനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു സമയത്ത് ഒരു പോയിന്റ് ഓഫ് വ്യൂ അയാൾക്ക് എന്ത് സംഭവിച്ചു? എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അയാൾക്ക് മാറ്റം സംഭവിച്ചു. എന്നാൽ പിന്നീടുള്ള ഒരു വർഷം, ഒരുപാട് വർഷക്കാലം, അതായത് അദ്ദേഹത്തിന്റെ ഏകദേശം ഒരു വയസ്സാവുന്ന ഒരു പീരീഡ് വരെ, മരണത്തിലേക്ക് എത്തുന്ന പീരീഡ് വരെ അയാൾ എന്തായി? നല്ലൊരു മനുഷ്യനായിട്ട് മാറി. ഓക്കെ. അപ്പൊ ഒരു പീരീഡ് വരെ അയാൾക്ക് എന്തായിരുന്നു? അക്രമങ്ങളും മൊത്തം മോശമായ സ്വഭാവങ്ങളായിരുന്നു, മോശം ബിഹേവിയർ ആയിരുന്നു ഉണ്ടായിരുന്നു. പക്ഷെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ എന്ത് സംഭവിച്ചു? അയാൾക്ക് മാറ്റം സംഭവിച്ചു. അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? സ്വഭാവത്തിന് ചേഞ്ച് വന്നു. അയാള് മോശ സ്വഭാവങ്ങളൊക്കെ കളഞ്ഞു. എന്തായി? നല്ല സ്വഭാവമുള്ള ഒരു മനുഷ്യനായി മാറി. അല്ലെ? അവിടെ എന്താ സംഭവിച്ച ആൾക്ക്? ഡെവലപ്മെന്റ്. നമ്മുടെ കുട്ടികളുടെ കാര്യമായാലും അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലെ? കുട്ടികൾക്ക് ഒരു പീരീഡിൽ ഒരു സ്വഭാവമായിരിക്കും, കുറച്ച് നമ്മളൊന്ന് ശാസിച്ച് കുറച്ച് കഴിയുമ്പോൾ എന്താണ്? കുറച്ചുകൂടി നല്ല സ്വഭാവം വരും. പിന്നെ എന്താണ്? പിന്നെ പഴയ സ്വഭാവത്തിലേക്ക് പോകും. പിന്നെ പലരുടെ ഇതൊക്കെ മാറി മാറിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ. അപ്പൊ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഡെഫിനിഷൻസ് ഇദ്ദേഹത്തിന്റെ ആണ്. ക്രോ ആൻഡ് ക്രോയുടെ ഡെഫിനിഷൻ നിങ്ങൾ പഠിക്കണം. എക്സാമിന് ചോദിക്കുന്നത് ഈ ഒരു ഡെഫിനിഷൻ ആണ്. അപ്പൊ ഇപ്പൊ ഒരു സംശയം വരും, ഇതെങ്ങനെയാണ് ടീച്ചർ എക്സാമിന് ചോദിക്കുന്നത് അല്ലെ? അപ്പൊ ഈ ഡെഫിനേഷൻ കൊടുത്തിട്ട് ഇതാരാണ് ഡിഫൈൻ ചെയ്തതെന്ന് ചോദിക്കുമ്പോ, അല്ലെങ്കിൽ ഡാഷ് കൊടുത്തിട്ട് ആ ഡെഫിനേഷൻ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ട് അപ്പൊ ഡാഷിന്റെ അവിടെ നമ്മൾ ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് 4 ഓപ്ഷൻസ് വേണം അല്ലെ? അപ്പൊ എയില് വില്യം വുണ്ടഡ് ആയിരിക്കും, ഹർലോക്ക് ആയിരിക്കും, സിയില് ക്രോ ആൻഡ് ക്രോ ആയിരിക്കും, ഡിയില് നൺ ഓഫ് ദ എബോവ്. ഇത് ആരും അല്ല. അപ്പൊ നിങ്ങൾ ഏത് ആൻസർ ചെയ്യും? നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ. അങ്ങനെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കുള്ളൂ. ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ഒന്നും ഉണ്ടാവില്ല. ചില ഡെഫിനേഷൻസ് മാത്രമേ ചോദിക്കുള്ളൂ, ചിലപ്പോൾ ചോദിക്കുക പോലും ഇല്ല. ഈ ഗ്രോത്ത് എന്താണ്, ഡെവലപ്മെന്റ് എന്താണെന്ന് മാത്രമുള്ള ചോദ്യങ്ങളായിരുന്നു. നിങ്ങൾക്ക് ഒരു മോക്ക് ടെസ്റ്റ് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചോദ്യങ്ങൾ എങ്ങനെയാ വരുന്നത്. അപ്പൊ അതോടൊപ്പം ആരും ടെൻഷൻ ഒന്നും എടുക്കണ്ട, എളുപ്പമാണ് കേട്ടോ. പരീക്ഷയും മോക്ക് ടെസ്റ്റ് ഒക്കെ എളുപ്പമായിരിക്കും. 23 ഓക്കെ. നമ്മളിപ്പോ പഠിച്ചത് ക്രോയുടെ ഡെഫിനീഷൻ ആണ്. അദ്ദേഹം ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെ ഒരേപോലെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഘടനയിൽ ഉണ്ടാകുന്ന, സ്ട്രക്ചറിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് ആണ്. പക്ഷെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ഇന്ന് ഇത്രയും മതി. പെട്ടെന്ന് തന്നെ എല്ലാം കൂടി ഒന്നും പഠിപ്പിക്കണില്ല. അടുത്ത ക്ലാസ്സിൽ ഒരു ഡെഫിനേഷൻ കൂടി ഉണ്ട്. പിന്നെ നമ്മൾ പഠിക്കുന്നത് ഗ്രോത്തും ഡെവലപ്മെന്റിന്റെ ഡിഫറൻസസ് ആണ്. അതായത് നമുക്കൊരു ബോക്സിൽ ഇങ്ങനെ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഗ്രോത്ത് എന്താണ്, ഡെവലപ്മെന്റ് എന്താണ്, നമ്മളിവിടെ ഡിഫറൻസസ് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഓക്കെ. അത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. പിന്നെ അപ്പൊ ഇനി ഇത്രയും മതി. കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ പേരൊന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താവോ? ഇതുവരെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല. കേട്ടില്ലടോ? ഇതുവരെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ? ടീച്ചറിന്റെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നല്ലോ. ഇല്ല, ഇന്ന് ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്തു. വേറെ സഫിയ പോകുന്നത് കേട്ടോ. ഓക്കെ. സഫിയ എവിടെയാ? സ്ഥലം എവിടെയാ? സോറി, ഓക്കെ. യെസ്. ഓക്കെ. അടുത്ത ആരാണ്? സുജി ദാസ്. സുജി, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ സുചിത്ര, പാലക്കാട് ചെറുപ്പത്തിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ മോണ്ടിസോറിയുടെ ഏറ്റവും കൂടുതൽ ടീച്ചേഴ്സ് പാലക്കാടാണ്. പാലക്കാട് ഒത്തിരി പേരുണ്ട്, എല്ലാ ബാച്ചസിലും. പട്ടാമ്പി ഉണ്ട്, പിന്നെ ഏതൊക്കെയോ തമിഴ്നാട് ബോർഡർ കുട്ടികളുണ്ട്. എനിക്ക് കേട്ടില്ല. നല്ല കുട്ടികളാണ്, നല്ല സ്നേഹമുള്ളവരാണ് പാലക്കാടാര്. ആണോ? താങ്ക് യു മാം, താങ്ക് യു. ഡിഗ്രി കഴിഞ്ഞു, എക്കണോമിക്സ് ആയിരുന്നു. പിന്നെ ടാലി കഴിഞ്ഞിട്ടുണ്ട്, HDFC ആൻഡ് BM ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് കേട്ടാൽ മീനിങ് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാനും സംസാരിക്കാനും എഴുതാനൊക്കെ നന്നായിട്ട് അറിയാം. ഗ്രാമർ അങ്ങനെ ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ ഒരു കോൺഫിഡൻസ് കുറവുണ്ട്.
ഓക്കെ, നമുക്ക് ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ട് കേട്ടോ. ഓക്കെ. ഇംഗ്ലീഷ് ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നതായിരിക്കും. ഓക്കെ, ക്ലാസ് എടുത്തു തുടങ്ങിയോ ഇംഗ്ലീഷ്? അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മളെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ മാം. ഓക്കെ, പരിചയപ്പെട്ടതിൽ സന്തോഷം. അടുത്ത ആരാണ്? മാം ഞാൻ രമ്യ. രമ്യ പറയൂ. മാം ഞാൻ തൃശ്ശൂരിലാണ്. ജസ്റ്റ് 2 days ആയിട്ടില്ല മാം ജോയിൻ ചെയ്തിട്ട്. പിന്നെ കല്യാണം കഴിഞ്ഞു 2 കുട്ടികളുണ്ട്. ഒരാൾ 9 വയസ്സ്, ഒരാൾ 3.5 വയസ്സ്. ജസ്റ്റ് ഇപ്പൊ LKG ജോയിൻ ചെയ്തിട്ടുള്ളൂ. മാം എന്റെ BSc മാത്തമാറ്റിക്സ് ചെയ്തതാണ് ഞാൻ. പിന്നെ എന്താ പറയാ, രമ്യ ഉണ്ടല്ലേ? രമ്യക്ക് ഏത് ഇന്റലിജൻസ് ആണ് ഇപ്പോൾ ഉള്ളത്? നമുക്കൊന്ന് പറയാമോ? രമ്യക്ക് ഏത് തരം ഇന്റലിജൻസ് ആണുള്ളത് അറിയാമോ? ടീച്ചർ ഫസ്റ്റ് തുടങ്ങിയപ്പോ ഇന്റലിജൻസ് കുറെ പേരുടെ കാറ്റഗറീസ് പറഞ്ഞു. രമ്യ BSc മാത്തമാറ്റിക്സ് ആണെന്ന് പറഞ്ഞു. അപ്പൊ രമ്യക്ക് ഏത് തരം ഇന്റലിജൻസ് ആണുള്ളത്? രമ്യക്ക് ഓക്കെ. രമ്യ യെസ് മാം. മാം ഇതിനിടയ്ക്ക് ഇന്റലിജൻസ് പറഞ്ഞപ്പോൾ ഞാൻ അതിനിടയ്ക്ക് ഒന്ന് ആൻസർ ചെയ്തിരുന്നു. ലൈക്ക് പറഞ്ഞില്ലേ, നമ്മൾ ഒരാൾ പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കിയിട്ട് അതിനെ റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു കഴിവ് എന്നൊക്കെ മാം പറഞ്ഞപ്പോൾ ഞാൻ റെസ്പോണ്ട് ചെയ്തിരുന്നു. ബിക്കോസ് മാം എനിക്ക് പറയാനൊരു കാരണമുണ്ട്. ഞാൻ BSc കഴിഞ്ഞ് ഡിപ്ലോമ ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ടീച്ചിങ്ങിൽ CBSE ഇന്റർനാഷണൽ സ്കൂൾസിലൊക്കെ ഞാനൊരു 4-5 years വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടും അവരെ പഠിപ്പിച്ചിട്ടും അങ്ങനെ അറിയാവുന്നതുകൊണ്ട് കുട്ടികളായിട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം അങ്ങനെയുള്ളതൊക്കെ ഒരുവിധം അറിയാം. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ പിന്നെ പ്രഗ്നൻസി ടൈമിൽ ഒരു ഗ്യാപ്പ് വന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പോ നമ്മളെ TTC എല്ലാം മസ്റ്റ് ആണല്ലോ സ്കൂളിലൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ. അതുകൊണ്ട് ഇങ്ങനെ ഒരു കോഴ്സ് എടുത്തതാണ് മാം. ഞാൻ നിങ്ങളോട് എല്ലാവരും കൂടെ ഒരു കാര്യം പറയട്ടെ. നമ്മള് ഒരിക്കലും നിങ്ങളത് സർട്ടിഫിക്കറ്റിന് വേണ്ടി പഠിക്കരുത് കേട്ടോ. പ്രത്യേകം പറയാം, നമ്മൾ ജനിച്ചത് ടീച്ചേഴ്സ് ആവാൻ വേണ്ടി നമ്മുടെ തലയിൽ അങ്ങനെ ഒരു യോഗം കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി എന്നുള്ളൊരു കോഴ്സ് ചെയ്യരുത്. ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന് പിന്നീട് എപ്പോഴെങ്കിലും അതിന്റെ ബെനിഫിറ്റ്സ് ഉണ്ടാവും കേട്ടോ. നമ്മൾ ടീച്ചേഴ്സ് ആണ് അല്ലെ? നിങ്ങൾ മോണ്ടിസോറി ടീച്ചേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും നമുക്ക് സർട്ടിഫിക്കറ്റിന് വേണ്ടിയല്ല. നമ്മളുടെ ഇതിൽ ഒരുപാട് നമുക്ക് കുറെ ഡെവലപ്മെന്റ്സ് വരുന്നുണ്ട്. അതിന് അതായിരിക്കും നമ്മൾ മാം ഞാൻ പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം പറയാം മാം. ഈ മൊഡ്യൂൾ ഞാൻ ഈ എന്താ പറയുക സിലബസ് ടോട്ടലി ഞാൻ റീഡ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. ഒരു പക്ഷേ ഈ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ല വേറെ നെക്സ്റ്റ്. പക്ഷേ ഈ നമ്മുടെ കുട്ടികളെ തന്നെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. കാരണം ഈവൻ സൈക്കോളജി അങ്ങനെയുള്ളതൊക്കെ പഠിച്ചു വരുമ്പോൾ കുറേം കൂടി ഈവൻ നമുക്ക് തന്നെ ബെറ്റർ ആയിട്ട് നമ്മുടെ കുട്ടികളെയും ബെറ്റർ ആക്കാൻ പറ്റും. അറ്റ്ലീസ്റ്റ് നമ്മുടെ വീട്ടിലത്തെങ്കിലും എല്ലാവരും ഒന്ന് ബെറ്റർ ആക്കാൻ ചേഞ്ചസ് വരുത്താൻ പറ്റും എനിക്ക് തോന്നുന്നു മാം. ഞങ്ങള് ഈ സൈക്കോളജി ഒക്കെ പഠിച്ചെടുക്കും. ആദ്യം ഭയങ്കര ദേഷ്യമായിരുന്നു ഹസ്ബൻഡിനോടും കുട്ടികളോടൊക്കെ ദേഷ്യമായിരുന്നു. എന്റെ പണി ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് മൊത്തത്തിൽ ഒരു വൈബ്രന്റ് സ്വഭാവമായിരുന്നു. പക്ഷെ ടീച്ചർ അതൊക്കെ പോയപ്പോ എനിക്ക് കുട്ടിയെ എങ്ങനെ നോക്കണം, അവനോട് എങ്ങനെ ഇടപെടണം, അവൻ ഏത് സമയത്ത് എങ്ങനെ പെരുമാറും എന്നൊക്കെ കൃത്യമായിട്ട് ടീച്ചർ ഞാൻ പഠിച്ചു. ഇപ്പൊ എന്റെ വീട്ടിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ചിലപ്പോ അങ്ങനെ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വരട്ടെ അല്ലേ? യെസ് മാം. ഞാനിത് മാം ഇപ്പൊ പറഞ്ഞോണ്ട് പറയുന്നത് ഞാൻ ഈ വീട്ടിൽ ഞാനിത് പറഞ്ഞിരുന്നു. ഈവൻ കുട്ടികൾ ഞാനൊരു ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷെ എന്റെ കുട്ടികളെടുത്ത് വരുമ്പോ എനിക്ക് കുറച്ചുകൂടി ഷൗട്ട് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ട്. കാരണം ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പെട്ടെന്ന് ദേഷ്യം കയറിയാ നമ്മള് മിക്ക അമ്മമാരെല്ലാരും അത് കുട്ടിയോടെ കാണിക്കാറ് അല്ലേ? ആരോട് പറഞ്ഞാലും നമ്മളത് ആദ്യം കാണിക്കുന്ന അവരോട് തന്നെ ആയിരിക്കും. പക്ഷെ നമുക്ക് വിഷമമുണ്ട്. പക്ഷെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളത് കാണിക്കും. ആ ഒരു പേഷ്യൻസ് നമുക്കില്ല. പക്ഷെ നിങ്ങൾ ഈ കോഴ്സ് പോകുന്നതോടുകൂടി നിങ്ങളുടെ കുറെ വ്യത്യാസം നിങ്ങളിൽ വരും. നിങ്ങളത് എനിക്ക് കാണാൻ പറ്റും. നിങ്ങൾ തിരിച്ചറിയും ഉറപ്പായിട്ടും കേട്ടോ. വ്യത്യാസം വരും. നിങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സമയം കഴിഞ്ഞ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നേരെ ക്ലാസ്സിൽ വിളിച്ചാൽ. താങ്ക് യു മാം. താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am. Thank you so much. Have a nice day. Thank you, ma'am.